ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്ന് പതിവില്ലാതെ നമ്മൾ ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. വേറൊന്നുമല്ല, നമ്മൾ ചക്കയുടെ ഉണ്ടാക്കാൻ പോവാണ്. ആൻഡ് ഈ വീഡിയോ ഞാനൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടാമെന്നാണ് കരുതിയത്. പക്ഷേ വീഡിയോസ് എല്ലാം എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു 4-4.5 മിനിറ്റ് ഉണ്ട്. എങ്കിൽ ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ അങ്ങ് ഇരിക്കട്ടെ എന്ന്. ഇപ്പോൾ നമ്മൾ ഭക്ഷണേല കഴുകിക്കൊണ്ടിരിക്കുവാണേ. ഞാനും പൊടിയും കൂടെ താഴെ പോയി പറിച്ചുകൊണ്ട് വന്നതാണ്. അച്ഛമ്മ അവിടെ ഇരുന്ന് തേങ്ങ ചിരവുന്നുണ്ടേ. നമ്മൾ ശർക്കരയും തേങ്ങയും ചക്കയും എല്ലാം കൂടി വെച്ചൊരു ചക്കയുടെയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ നേരത്തെ ചക്കയെല്ലാം മിക്സിക്കകത്തിട്ട് അടിച്ചു വെച്ചത് കൊണ്ട് സംഭവം സിമ്പിളായി. അങ്ങനെ അമ്മൂമ്മയും അച്ഛമ്മയും കൂടെ അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവാണേ. ഇതിൻ്റെ റെസിപ്പിയൊന്നും എനിക്കറിയത്തില്ല, എങ്കിലും ഞാൻ അവരോട് ചോദിച്ചിട്ട് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാമേ. ഇത് റവയാണെന്ന് തോന്നുന്നു, അറിയില്ല ഗായ്സ്. ആൻഡ് അവരതെല്ലാം ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുവാണേ. ഏതൊക്കെയോ പൊടികളുണ്ട്, എനിക്ക് എല്ലാത്തിൻ്റെയും പേരൊന്നും അറിയത്തില്ല. കണ്ടോ ഗൈസ്, ഇത് ഞാനാണ് നമ്മളുടെ ഏലക്ക ഇട്ട് ഇടിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു ഷോർട്ട് വീഡിയോയ്ക്ക് ഇടാൻ വേണ്ടിയിട്ട് എടുത്തതെന്ന്. പക്ഷേ അത് എടുത്തപ്പോൾ ഞാൻ ഷോർട്ട് വീഡിയോയുടെ സൈസിലാണ് എടുത്തത്. പക്ഷേ ഇപ്പോൾ തോന്നുന്നു അതൊരു വൃത്തികെട്ട തീരുമാനമായിരുന്നെന്ന്. എങ്കിലും ഞാൻ ബാക്ക്ഗ്രൗണ്ട് ഇതൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാമേ. ഇത് ഉപ്പാണ്, ഇത് ഇന്ദുപ്പാണേ. എന്നിട്ട് അതെല്ലാം കൂടെ കുഴയ്ക്കുവാണ് ഗൈസ്. ഇതാണ് എൻ്റെ ഫേവറേറ്റ് പാർട്ട്. നല്ല സൂപ്പർ വരിക്കച്ചക്കയായിരുന്നു. 2-3 ദിവസമായി ഇതുണ്ടാക്കിയിട്ട്. പക്ഷെ വീഡിയോയിൽ ഇപ്പോൾ ഇടാനാണ് സമയം കിട്ടിയത്. ഇപ്പോൾ ഇത് കണ്ടിട്ട് നാവിൽ കൊതി ഊറുന്നു. ആൻഡ് നമ്മൾ ആ സാധനങ്ങളെല്ലാം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുവാണ്. ഞാനല്ല, അമ്മൂമ്മ. രണ്ടുപേരും തകൃതിയായിട്ടാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ഞാനും സഹായിക്കുന്നുണ്ടേ. പിന്നെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ ഭക്ഷണേലക്കകത്ത് ചക്കയുടെ മാവാണെങ്കിൽ തേച്ച് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നേരെ എടുത്ത് നമ്മുടെ അടുപ്പിലോട്ട്. അത്രയേ ഉള്ളൂ. ഈ വീഡിയോ വരുമ്പോഴത്തേക്ക് എത്ര ദിവസമാകുമെന്നൊന്നും എനിക്കറിയത്തില്ല, എങ്കിലും ഞാൻ അങ്ങ് ഇടുവാണേ. ഇത്രയും വോയിസ് ഓവറൊന്നും എനിക്ക് ചെയ്യാൻ അറിയില്ല ഗൈസ്. ആൻഡ് ഇത് ഞാനാണ് വെക്കുന്നത്, കണ്ട ഗൈസ്. സോ നമ്മൾ ഇഡലി പാത്രത്തിലാണ് വെക്കുന്നത്. എല്ലാം വെച്ച് കഴിഞ്ഞു, കണ്ട. എന്നിട്ട് നമ്മൾ അടയ്ക്കുകയാണ്. ഇനി ഒരു നീണ്ട കാത്തിരിപ്പാണ്. എപ്പോൾ വേവും എപ്പോൾ തിന്നും അങ്ങനെ തരുത്. നമ്മൾ ഗ്യാസ് സ്റ്റവ് ഓണാക്കുകയാണ്. ഞാനാണ് തുടക്കം കുറിച്ചത്. ഞാൻ എന്താ പറയണ്ടേന്ന് എനിക്ക് പോലും അറിയത്തില്ല. ഇതുണ്ടോ ഗൈസ്, ചൂട് പാറുന്നുണ്ടോ? അതൊന്ന് വെച്ച് കഴിഞ്ഞാൽ അത് റെഡി ആവാറായെന്നാണ് അർത്ഥം. അങ്ങനെ അമ്മൂമ്മ തുറക്കുവാണേ. വാവ്, എന്ത് ഭംഗിയാണ് ഗൈസ് കാണാൻ. നമ്മുടെ ശർക്കരയിൽ ആ തേനും എല്ലാം കൂടെ ആയിട്ട് നല്ല സൂപ്പറായി. എനിക്ക് വായിന്ന് കൊതി കൂറിയിട്ട് വയ്യ ഇപ്പോൾ തന്നെ. ഞാൻ എത്ര കഴിച്ചെന്ന് എനിക്ക് പോലും അറിയില്ല ഗൈസ്, അത്രയ്ക്ക് ടേസ്റ്റായിരുന്നു. ചൂടോടെ ഞാൻ കഴിച്ച് ഗൈസ്. ഈ ചക്കയുടെ കൂടെ നല്ല കട്ടൻ ചായയും കൂടെ ഉണ്ടെങ്കിൽ, പിന്നെ കുറച്ച് മഴയും കൂടെ ഉണ്ടെങ്കിൽ ശുഭമാവും ഗൈസ്. നല്ല അടിപൊളി ടേസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റായിരുന്നു. പിന്നെ അങ്ങോട്ടിരുന്ന് കഴിക്കാൻ തുടങ്ങി. എത്ര നേരം ഇരുന്നേന്നൊന്നും എനിക്കറിയത്തില്ല, പക്ഷെ അത് മൊത്തം തിന്നിട്ടേ ഞാൻ പോയുള്ളൂ. എല്ലാവർക്കും കൊടുത്തേ, അത് വേറെ കാര്യം. അതെ, നിങ്ങൾക്ക് ഒരെണ്ണമുണ്ട്. ഞാൻ മാത്രം കഴിക്കുന്നത് ശരിയല്ലല്ലോ, നിങ്ങൾക്ക് കൂടെ വേണ്ടേ? അങ്ങനെ നമ്മൾ എല്ലാം കഴിച്ചു കഴിഞ്ഞു ഗൈസ്. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ. സീ